നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അത് അന്ന് കണ്ട അമ്മയല്ലേ? മുത്തശ്ശിക്ക് എന്നെ മനസ്സിലായോ? ഗൗരി, അമ്മേ, ഞാൻ ലക്ഷ്മിയാ. ഒരിക്കൽ മുത്തശ്ശി കൂട്ടം തെറ്റി അപകടത്തിൽപ്പെട്ട് റോട്ടി വീണ് കിടന്നപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് മറന്നോ? ഓർമ്മയില്ലേ മുത്തശ്ശി? മുത്തശ്ശി എന്താ ഒന്നും പറയാത്തെ? ഇവരങ്ങനെ ആരോടും സംസാരിക്കാറില്ല മോളെ. എനിക്ക് മുത്തശ്ശിയെ അറിയാം. എങ്ങനെ? ഈ മുത്തശ്ശി ഒരു ദിവസം ആക്സിഡന്റിൽ പെട്ട് കിടന്നപ്പോ ഞങ്ങളാ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അത് സഞ്ജയ് പണിക്കർ സാറല്ലേ? ആ കൂട്ടത്തിൽ കുട്ടി ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. നിങ്ങളെ ആരെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞതിൽ മഹാഭാഗ്യം എന്നേ പറയാനുള്ളൂ. അന്ന് ഞങ്ങളൊരു തീർത്ഥാടനത്തിന് വന്നതാ. ഇവർ കൂട്ടം തെറ്റിപ്പോയി. വിവരമറിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നപ്പോ ഹോസ്പിറ്റലിൽ എത്തിച്ചവർ പോയിരുന്നു. എങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് സഞ്ജയ് പണിക്കർ സാറിന്റെ ഫോൺ നമ്പർ കിട്ടിയിരുന്നു. വിളിച്ച് നന്ദി പറഞ്ഞപ്പോ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. 2 ആഴ്ച മുമ്പ് ഞാൻ സഞ്ജയ് പണിക്കർ സാറിനെ വിളിച്ചായിരുന്നു. 5 ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് അയച്ചു തന്നത്. എല്ലാത്തിനും നന്ദിയുണ്ട്. പിന്നെ സാറിനോട് പറഞ്ഞ് ഒരു തവണ അദ്ദേഹത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. അല്ല, എന്തേ മുത്തശ്ശിയുടെ പേര്? യഥാർത്ഥ പേരെന്താണെന്ന് ഞങ്ങൾക്കറിയില്ല മോളെ. ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ നിന്നാണ് ഇവരിവിടെ എത്തുന്നത്. ആരും അന്വേഷിച്ച് വന്നിട്ടുമില്ല. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഗൗരി എന്ന് എപ്പോഴും പറയും. സ്വന്തം പേരാണോ മകളുടെ പേരാണോ എന്നൊരു നിശ്ചയമില്ല. എന്നാ നമുക്ക് പോ. ഞാനിപ്പോ പോട്ടെ മുത്തശ്ശി, പിന്നീട് ഒരിക്കൽ വരാം. എന്തായി കാട്ടുന്നേ? ആ കുട്ടിക്ക് പോണ്ടേ? ഞാൻ നാളെ വരാം മുത്തശ്ശി. വിട്. ഞാൻ പോയിട്ട് വരാം മുത്തശ്ശി. വിട്ടെ, പോട്ടെ. ആദ്യമായിട്ടാ ഇവരിൽ നിന്ന് ഇങ്ങനൊക്കെ ഉണ്ടാവുന്നത്. ആ ആക്സിഡന്റിന് ശേഷം ഇവർ കരഞ്ഞു പോലും കാണുന്നത്. ഇനി ഇവിടെ നിൽക്കണ്ട. ലച്ചുച്ചി വേഗം വാ. നിങ്ങൾ പൊയ്ക്കോളൂ. ലച്ചു വാ. മോളെ ഗൗരി, നീ പോവാണോ? ഗിരിയും പോയി, ഗൗതവും പോയി, എല്ലാവരും പോയി. മോളും അമ്മയെ വേണ്ടെന്ന് വെച്ച് പോയി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.